ഹലോ, എൻ്റെ പേര് ജിജോയ്. ഒരു ചോദ്യമുള്ളത്, നമ്മുടെ മനുഷ്യൻ ഉണ്ടായിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ പരലോകത്ത് ഒരു ജീവിതമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന, ഇത്രയും വർഷമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമ്മുടെ അച്ചച്ചന്മാരും അതിൻ്റെ മുകളിലുള്ള ആളുകളൊക്കെ ഇവിടെ മണ്ണോട് മണ്ണായതാണ്. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു അടയാളമോ അല്ലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സങ്കല്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ദൈവമുണ്ട് എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ബഹുഭൂരിപക്ഷ ആളുകളും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഹാദുരന്തങ്ങൾ, ഈ പ്രളയങ്ങൾ, ഇപ്പോൾ ക്ഷേത്രങ്ങൾ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പ്രളയം വരുമ്പോൾ തടയാൻ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല. വയനാട്ടിൽ നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങൾ, അത് ഹിന്ദു ആവട്ടെ മുസൽമാനാവട്ടെ മറ്റാരോ ആവട്ടെ, അവരെല്ലാം ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തം വരുമ്പോൾ അതിൻ്റെ ഉള്ളിലാവിപ്പോവാണ്. അവരാരും തെറ്റ് ചെയ്തവരല്ല. സമൂഹത്തിൽ നന്നായി, ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെയുള്ള ജനങ്ങളെന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ വിവരമെന്ന് പറയുന്നത്, അത്രയും നന്നായി സമൂഹത്തെ സ്നേഹിച്ച എല്ലാ മതസ്ഥരെയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തവരാണ്. അവരൊക്കെ ഇന്ന് എവിടെ ഉണ്ട്? അതൊരു ചോദ്യമല്ലേ? അത്രയും വലിയ ഒരു ദുരന്തം നേരിടാൻ എന്തുകൊണ്ട് ഈ ദൈവത്തിനൊന്നും പറ്റുന്നില്ല എന്നുള്ളത് ഒരു എളിയ ചോദ്യം അങ്ങയുടെ മുമ്പിലേക്ക് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയോ? ഞാൻ വിട്ടുപോയി. ഒന്നാമത്തെ ചോദ്യം, ഈ പരലോകം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുത്തച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. മനസ്സിലായി. അപ്പോൾ ചില ആള് പറയും, ഈ കാക്കയൊക്കെ വന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് നിന്നാൽ അത് മുത്തച്ഛനാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം നിലക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. എവിടെ അവരുണ്ട്? അതായത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സയൻസ് വേണ്ടേ എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്ന് പൂർണ്ണമായ തീർപ്പോടുകൂടി ജീവിച്ചിരിക്കുന്ന, മരിച്ചിട്ടില്ലാത്ത, മരണത്തിന് ശേഷമുള്ള അനുഭവമില്ലാത്ത നമുക്ക് തീർപ്പ് പറയാൻ പറ്റൂല. മരിച്ചവരാരും തിരിച്ചു വന്നിട്ടുമില്ല, അല്ലേ? അത് നമുക്ക് ഉറപ്പല്ലേ? നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, തീർത്ത് നമുക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്കാർക്കും പറയാൻ പറ്റൂല. മരിച്ചവർക്ക് തിരിച്ചു വന്നിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അവിടെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന പടച്ചോൻ അത് പറഞ്ഞോ ഇല്ലേ നോക്കുക. ഇതാണ് അതിനുള്ള പരിഹാരം. അതായത് മരിച്ചവരാരും തിരിച്ചു വന്ന് പറയുന്നില്ല, നമുക്കാർക്കും മരിച്ചിട്ടുള്ള അനുഭവം ഇല്ല. അതുകൊണ്ട് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ടെങ്കിൽ ആ ദൈവം പറഞ്ഞോ ഇല്ലേ എന്ന് പരിശോധിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ദൈവമുണ്ടോ എന്ന അന്വേഷണമാണ് എല്ലാത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ. ആ ദൈവം ഉണ്ടെങ്കിൽ ഏത് ദൈവസങ്കല്പമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ആ ദൈവസങ്കല്പം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവം ഗൈഡൻസ് കൊടുത്തയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ആ അന്വേഷണം നമ്മൾ നടത്തിയാൽ, ആ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ നിന്നുള്ളത് വളരെ കൃത്യമായിട്ട് സയൻസ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തത്, നേരത്തെ ഒരുപാട് ഓൾറെഡി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ചൂരൽമലയും അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധ്യമാണ് ഈ ലോകത്തൊരു ജീവിതമുണ്ട്, അതിനെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള വലിയൊരു ജീവിതം പരലോകത്തുണ്ട്. ഇത് രണ്ടും അടങ്ങുന്നതാണ് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ ജീവിത വീക്ഷണം അങ്ങനെയാണ്, അവൻ്റെ ലോകവീക്ഷണം അങ്ങനെയാണ്. അവിടെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രശ്നങ്ങളുമെല്ലാം അതിന് പൂർണ്ണമായ നീതി പരലോകത്തുണ്ട്. ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റൂല. താങ്കൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ദുരന്തങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ചൂരൽമലയിലുള്ള ആളുകൾ മരണപ്പെട്ടത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു കാരണമില്ലാതെ എന്തൊക്കെ സംഭവിക്കുന്നു. ഇത് മാത്രമാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. ദൈവവിശ്വാസം ഉള്ള അല്ലെങ്കിൽ പരലോക വിശ്വാസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷയൊന്നും ആയിരിക്കില്ല. അത് അങ്ങനെ സംഭവിച്ചു, അതിനുള്ള നീതി അവർക്ക് നടപ്പിലാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു പരിപൂർണത കിട്ടുക ദൈവവിശ്വാസത്തോടെയും പരലോക വിശ്വാസത്തോടു കൂടിയും മാത്രമാണ്. അത് ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ആശയമാണ്. അത് അങ്ങനെ സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്വീകരിക്കണമെന്നില്ല, അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി. അതിൽ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിൽ ഒരു ചെറിയ കാര്യം കൊണ്ട് ആഡ് ചെയ്യാനാണ്. ഇപ്പം നമ്മളൊരു തെറ്റിദ്ധാരണ കൂടെ കേട്ടോ, അത് നമ്മൾ ഇത്തരത്തിൽ വിധിവിശ്വാസം എന്ന് പറയും, അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ഈവിൾ, തിന്മ എന്ന പ്രശ്നം എന്നൊക്കെ പറയും. ഇത്തരം വിഷയങ്ങൾ, വൈകാരികമായ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, നമ്മൾ മനുഷ്യനെ പോലെ പടച്ചോനെ കാണും, അല്ലെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ പടച്ചോനെ ആവണം എന്നൊരു അറിയാതുള്ളൊരു ഇൻറ്റേർണൽ വാശി നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ദൈവത്തിന് ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ രക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകളെ രക്ഷിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ നമ്മുടെ വിചാരം എന്താണ്?
പടച്ചോനെ രക്ഷിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. ആഗ്രഹമുണ്ട്, ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, പടച്ചോന് പറ്റുന്നില്ല. ഇത് നമ്മളെപ്പോലെ പടച്ചോനെ കാണുന്നുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പടച്ചോനെ കാണുന്നുള്ള പ്രശ്നമാണ്. നമ്മുടെ മനസ്സിൽ ഒരു സ്പൈഡർമാൻ, ഒരു സൂപ്പർമാനാണ് പടച്ചോൻ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് രക്ഷിക്കാൻ ആഗ്രഹമുള്ളവനും രക്ഷിക്കാൻ ശ്രമിക്കുന്നവനും അങ്ങനെയല്ല. ഈ പ്രയാസങ്ങൾ കൂടി തരുന്നവനാണ് പടച്ചോൻ. ആരാ പടച്ചോനെ പറ്റി പറയേണ്ടത്? പടച്ചോൻ. എവിടുന്നാ പടച്ചോനെ പറ്റി മനസ്സിലാക്കേണ്ടത്? പടച്ചവൻ അവനെ പറ്റി പറയുന്ന മതത്തിന്ന്. ആ മതവും ആ പടച്ചോൻ എന്താ പടച്ചോനെ പറ്റി പറയുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ പ്രയാസങ്ങളും രക്ഷകനായി എത്തുന്നവനാണ് പടച്ചോൻ എന്നാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വിമർശനം ഉന്നയിക്കാം. രക്ഷകനായി എത്തുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് രക്ഷകനായി എത്തിയില്ല? പടച്ചോൻ പറയുന്നില്ല രക്ഷകനായി എത്തുന്നത്. തടയാൻ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് തടയുന്നില്ല? തടയാൻ പടച്ചോൻ ശ്രമിക്കുന്നില്ല. ഒരു പള്ളിയിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ വെള്ളം കയറുന്നതിന് തടയാൻ പടച്ചോൻ ശ്രമിക്കുന്നു, എന്നിട്ട് പരാജയപ്പെടുന്നു എന്ന് നമ്മുടെ ധാരണ. അങ്ങനെ പടച്ചോൻ പറയുന്നില്ല. പള്ളിയിൽ വെള്ളം കയറും, അത് നമുക്കുള്ള പരീക്ഷണാണ്. വീട്ടിൽ വെള്ളം കയറും, അതും പരീക്ഷണാണ്. ഇനി സുഖസൗകര്യങ്ങൾ കിട്ടും, അതും പരീക്ഷണാണ്. അതിലെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനുഷ്യനെ പരീക്ഷിക്കലാണ് ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും സുഖവും സന്തോഷവും തരലാണെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് വാലിഡിറ്റി ഉള്ളൂ. ഒരു ക്രിയേഷൻ എപ്പോഴാണ് ഏറ്റവും മികച്ചതാകുന്നത്? അത് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. ശരിയല്ലേ? ഉദാഹരണത്തിന് ഒരു ആർക്കിടെക്ചർ എന്ത് ചെയ്യാണ്? ഒരു വീടിനുള്ളിൽ തുറക്കാൻ പറ്റാത്തൊരു ഡോർ ഉണ്ടാക്കുകയാണ്. അലങ്കാരത്തിന് വേണ്ടി തുറക്കാൻ പറ്റാത്തൊരു ഡോർ ഉണ്ടാക്കുകയാണ്. ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിമർശനം ഉന്നയിക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റാത്തൊരു ഡോർ ആർക്കിടെക്ട് ഉണ്ടാക്കിയാൽ ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു വിമർശനം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഡോറിന്റെ ഏറ്റവും മികച്ച രൂപം എന്താണ്? ആർക്കിടെക്ട് ഉദ്ദേശിക്കുന്നതാണ്. അഥവാ സൃഷ്ടി നടത്തുന്ന നിർമ്മാതാവ് ഉദ്ദേശിക്കുന്നതാണ് എന്ത്? ആ സൃഷ്ടിയുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് അത് ഉണ്ടാവേണ്ടത്. തുറക്കാൻ പറ്റാത്ത വിധം ഒരു ഡോർ ഉണ്ടാക്കണമെങ്കിൽ ആ ഡോർ തുറക്കാൻ പറ്റരുത്. തുറക്കാൻ പറ്റുന്നത് അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ, അതിൻ്റെ ഒരു ഡീമെറിറ്റാണ്, അതിൻ്റെ ഗുണമില്ലായ്മയാണ് തുറക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ലോക ജീവിതത്തിൽ പടച്ചവന്റെ ലക്ഷ്യം എല്ലാവർക്കും സുഖം നൽകലായിരുന്നുവെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഈ ലോകം പ്രവർത്തിക്കുന്നില്ലോ എന്ന് ചോദിക്കാം. പടച്ചോൻ അങ്ങനെയല്ല പറയുന്നത്. പടച്ചോൻ എന്താ പറയുന്നത്? ഈ ലോകം എല്ലാവർക്കും സുഖം നൽകാനുള്ളതല്ല. വൽനബുലു എന്നൊക്കെ നേരത്തെ പറഞ്ഞ ആയത്ത്, ഭയം ഉണ്ടാവും, വിശപ്പുണ്ടാവും, പട്ടിണി ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ആളുകൾ മരിച്ചു പോവും. അങ്ങനെ ഈ ലോകത്തെ ക്രമീകരിക്കാനാണ് പടച്ചവൻ ഉദ്ദേശിച്ചത്. അവൻ അങ്ങനെ ഉദ്ദേശിച്ചാൽ അതേ അവിടെ നടക്കുള്ളൂ. അവൻ വേറൊന്ന് ഉദ്ദേശിച്ച് അതിന് വിരുദ്ധമായി നടക്കുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം, അവൻ സുഖം നടപ്പിലാക്കാനല്ലേ ഉദ്ദേശിച്ച്, പ്രയാസം ഇല്ലാതാക്കാനല്ലേ ഉദ്ദേശിച്ച്, എന്തുകൊണ്ട് പ്രയാസം നടക്കുന്നു, സുഖമില്ലാതെ ആവുന്നു? അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. അങ്ങനെയല്ല. അപ്പൊ ലക്ഷ്യത്തിനനുസരിച്ചാണ് സൃഷ്ടി നടക്കുക, നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആർക്കിടെക്ട് തുറക്കാൻ പറ്റാത്ത ഡോർ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് നല്ല ആഗ്രഹമുണ്ട് തുറക്കാൻ, തുറന്നു കാണാൻ ഭയങ്കര പൂതിയുണ്ട് എന്നതുകൊണ്ട് ആ ഡോറിന്റെ മികച്ച ഗുണം തുറക്കുക എന്നാവൂല. ആ ഡോറിന്റെ ഏറ്റവും മികച്ച ഗുണം എന്താണ്? അത് തുറക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? അതുണ്ടാക്കിയവൻ ഉദ്ദേശിച്ചത് എന്താ? ആ ഡോർ തുറക്കരുതെന്നാണ്. ഇപ്പൊ ദോശമാവ് കൊണ്ട് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കും. ദോശ മാത്രം കണ്ടുപരിച്ച ഒരാൾ ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കണ്ട് പറയാണ് ഇത് എന്തുമ്മയാണ്, ഇത് ഉണ്ടാക്കിയത് മൊത്തം തെറ്റാണല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മ ഉദ്ദേശിക്കുന്നതാണ് അവിടെ ഉണ്ടായി പ്രൊഡക്റ്റായിട്ട് വരേണ്ടത്. അതുപോലെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? എന്തിനും പ്രയാസമാകും പഠിച്ച ഓടി വരണം, രക്ഷിച്ചു പോകണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രക്ഷിക്കണം, വന്ന് സ്പൈഡർമാനെ സൂപ്പർമാനെ പോലെ വന്ന് രക്ഷിച്ചു പോകണം. ഇതാണ് നമ്മൾ കാണുന്ന പടച്ചോൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പടച്ചോൻ. നമ്മൾ ആഗ്രഹം അങ്ങനെയാണ് എന്തുകൊണ്ട് പടച്ചോൻ അങ്ങനെ ആവണമെന്നുണ്ടോ? പടച്ചവനാണ് ഇതിൻ്റെ സൃഷ്ടാവ്, പടച്ചവനാണ് ഇതിൻ്റെ നിർമ്മാതാവ്. അവനാണ് തീരുമാനിക്കേണ്ടത് ഈ ലോകം എങ്ങനെയാവണം, ഈ ജീവിതം എങ്ങനെയാവണം. അവൻ തീരുമാനിച്ചു, അവൻ നിശ്ചയിച്ചു. ഇത് സുഖങ്ങൾക്കുള്ള ലോകമല്ല. സുഖങ്ങൾക്കൊരു ലോകമുണ്ട്, അത് അവൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുഖങ്ങൾക്ക് വേറെ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനുള്ള ലോകമാണ്? തുറക്കാൻ പറ്റാത്ത വാതിൽ പറഞ്ഞതുപോലെ ഈ ലോകം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിനുള്ള ലോകമാണ്. ഇവിടെ പരീക്ഷണമാണ് കാണുക. കാരണം എന്താ? പരീക്ഷണത്തിനാണ് ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പരീക്ഷണ കാണുക. ആ പരീക്ഷണം കാണുമ്പോൾ പിന്നെ നമ്മൾ വേവലാതിപ്പെടുന്നില്ല. എന്താ അർത്ഥമുള്ളത്? ലക്ഷ്യത്തിനനുസരിച്ച് സൃഷ്ടി നടത്തുന്നവനാണ് ഏറ്റവും നല്ല സൃഷ്ടാവ്. ആ ഏറ്റവും നല്ല സൃഷ്ടാവാണ് പടച്ചവൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ആളുകൾ അകലെ നിന്നും അടുത്തു നിന്നും കേട്ടു. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല ചൂടേറിയ ചർച്ചകളാണ് ഇവിടെ നടന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ആകത്തുക ഇത്ര മാത്രമാണ്: നമ്മുടെ ചിന്തക്കും ആലോചനക്കും ബുദ്ധിക്കും പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളവരാണ് മനുഷ്യർ എന്ന് ഉൾക്കൊള്ളാനാണ് ഒന്നാമത്തെ പാഠം.
ആ പരിമിതികളില്ലാത്ത പടച്ചവന് സമർപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ വിനയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ലക്ഷണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അതെന്താ അങ്ങനെ ആയാൽ, അതെന്താ ഇങ്ങനെ ആയാൽ, അതെന്താ ശരിയാവാത്ത, അതെന്താ തെറ്റാവാത്ത, നമുക്ക് പല തോന്നലുകളും ഉണ്ടാകും. ആ തോന്നലുകൾ നമുക്ക് വരാൻ കാരണം നമ്മളുടെ ചിന്തക്കും ആലോചനക്കും അതുപോലെ തന്നെ ബുദ്ധിശക്തിക്കും പരിമിതികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ പരിമിതികൾ ഒന്നുമില്ലാത്ത ഏകനായ ഒരു സൃഷ്ടാവ് ഉണ്ട്. അത് നിങ്ങൾക്ക് യുക്തിപരമായി തന്നെ ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് നിങ്ങൾക്ക് ഭാഗമാകാം. അൺമാസ്കിംഗ് അനോമലീസ് എന്നുള്ള ചാനൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഓൺലൈനിൽ ഇതുപോലെയുള്ള ചർച്ചകൾ നിരന്തരം പിന്നെ ഇതുപോലെ തന്നെ ചൂടേറിയ ചർച്ചകൾ നമ്മുടെ ചാനലിൽ നടക്കാറുണ്ട്. നിങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമാവുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനുണ്ട്, ഏകനായ ഒരു സട്ടാവുണ്ട്, ഈ കാണുന്ന മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ഒരു സട്ടാവുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അവനെല്ലാം അറിയുന്നവനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ യുക്തി എന്ന് പറയുന്നത് ആ പടച്ചോൻ എന്തു പറഞ്ഞോ അതിന് സമർപ്പിക്കുക എന്നതാണ്. ആ പടച്ചോൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ പടച്ചോൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുക എന്നതാണ് യുക്തി. അങ്ങനെ ആ രൂപത്തിൽ പടച്ചവന് സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇസ്ലാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ പടച്ചവനുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഏകനായ സട്ടാവിന് ജീവിതം സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇസ്ലാം. അങ്ങനെ സമർപ്പിച്ചവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം ദ വൺ ഹൂ സബ്മിറ്റഡ് എന്നാണ്, ജീവിതം സമർപ്പിച്ചവൻ എന്നാണ്. അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയൊന്നുമല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ഗോത്ര ദൈവമൊന്നുമല്ല. നമ്മളെല്ലാവരും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവ്. ആ സട്ടാവിന് നമ്മൾ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണോ എങ്കിൽ യു ആർ എ മുസ്ലിം. ദാറ്റ്സ് ഓൾ. ഇത് നമുക്ക് നൽകുന്നത് ഒരു കൃത്യമായ ഉദാത്തമായ ഒരു ലോകവീക്ഷണമാണ്, ഒരു ജീവിത ദർശനമാണ്. ആ ദർശനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന ഈ ലോകത്തും പരലോകത്തും നൽകുന്ന ശാന്തിയും സമാധാനവും അത്രമേൽ വലുതായിരിക്കും. കാരണം മറ്റൊന്നും നമ്മളെ ബാധിക്കൂല, മറ്റൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം ബാക്കി ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഫാസിസവും നാസിസവും അതുപോലെ തന്നെ സയണിസവും എല്ലാം വന്ന് നമ്മളെ പിടിച്ച് പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നമ്മളത് ബാധിക്കൂല. കാരണം നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഫാസിസ്റ്റിനോ നാസിസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സയണിസ്റ്റിനോ അല്ല, ഏകനായ സട്ടാവിനാണ്. ആ സട്ടാവിന് സമർപ്പിച്ച ജീവിതമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും ബാധകല്ല, അല്ലെങ്കിൽ പിന്നെ ഒന്നും അവന് പേടിക്കാനില്ല. ആത്യന്തികമായ ഒരു സമാധാനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം സമർപ്പണം എന്നുള്ളതിന് സമാധാനം എന്നുകൂടി ഒരു അർത്ഥം വരാൻ അതാണ് കാരണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കൂടുതൽ അറിയാൻ, കൂടുതൽ പഠിക്കാൻ എല്ലാവരും തയ്യാറാവുക. ഇത്രയും നേരം, ഒരുപാട് നേരം ഇരുന്ന് കേട്ട ആളുകളെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇത്തരം ചർച്ചകൾ നമുക്ക് തുടരണം. ഇത്തരം ചർച്ചകൾ സാധ്യമാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യവും ഇവിടെ തുടരേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി എല്ലാവരും സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുക. അത്തരം ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ ഇനിയും നടത്താം. നിങ്ങൾ നിരീശ്വരവാദിയാകട്ടെ, ഏതെങ്കിലും വിശ്വാസികളാകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചകളിലേക്ക് തുറന്ന ഒരു ക്ഷണം കൂടി ഇവിടെ വെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി പറയുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാഹർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.